ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ തൊഴിൽ വീതിയിൽ വന്ന കട്ട് ഓഫ് പ്രവചനമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ തൊഴിൽ വീതി ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് കാട് കയറാതെ ബീറ്റ് ഫോറസ്റ്റ് പരീക്ഷണം എന്നാണ് അവർ തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വനം വന്യജീവി വകുപ്പിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് ഡിസംബർ 20-ന് പി എസ് സി നടത്തിയ പരീക്ഷ കഠിനമായില്ല. നന്നായി തയ്യാറെടുത്ത് പരീക്ഷയെ നേരിട്ട വിദ്യാർത്ഥികളെ കാര്യമായി ബുദ്ധിമുട്ടിക്കാത്ത ഒന്നായിരുന്നു പരീക്ഷ. ഉയർന്ന നിലവാരം പുലർത്തിയ ചില ചോദ്യങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെട്ടുവെങ്കിലും പൊതുവിജ്ഞാന മേഖലയിൽ നിന്നുള്ള ഭൂരിഭാഗം ചോദ്യങ്ങളും വലിയ വെല്ലുവിളി ഉയർത്താത്തവയായിരുന്നു. ഈ മേഖലയിലെ ചോദ്യങ്ങൾ പലതും മുൻ പരീക്ഷകളിൽ വന്നിട്ടുള്ളതും തുണയായെന്നാണ് വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടത്. ചരിത്രവും ഭൂമിശാസ്ത്രവും കാര്യമായി പരീക്ഷിക്കാത്ത പരീക്ഷയിൽ മലയാളവും അതിലളിതവുമായിരുന്നു. ഇംഗ്ലീഷ് ഗണിത വിഭാഗങ്ങളിലെ 1-2 ചോദ്യങ്ങളാണ് കടുപ്പമെന്ന് വിശേഷിപ്പിക്കാവുന്നതായത്. സ്പെഷ്യൽ ടോപ്പിക് വിഭാഗം പ്രശ്നം സൃഷ്ടിച്ചില്ല. സിലബസിനോട് നീതി പുലർത്തിയ ചോദ്യങ്ങളാണ് ഈ വിഭാഗത്തിൽ നിന്ന് കടന്നു വന്നത്. പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്ക് 55 മുതൽ 65 വരെയാണ് പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്ക്. നമുക്കറിയാം, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജില്ലാ തലത്തിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ അതിൽ തൊഴിൽ വീതിയുടെ ഒരു കട്ട് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ 55 മാർക്ക് മുതൽ 65 മാർക്കിന് ഇടയിലാണ് അവർ പറയുന്ന കട്ട് ഓഫ്, അവരുടെ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ ഒരുപാട് കൂട്ടുകാർക്ക് കുറച്ച് പാടായിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ കമൻറ്റ് ബോക്സിലൊക്കെ നമുക്ക് അങ്ങനെ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സും കറണ്ട് അഫയേഴ്സും ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നും ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെയധികം പാടായിട്ടൊക്കെ വന്നിരുന്നു. ചിലർക്ക് നല്ല നെഗറ്റീവ് മാർക്സ് ഒക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു 13 ജില്ലകളിൽ നടക്കുന്ന ഒരു പരീക്ഷയായിരുന്നു ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം. അപ്പം ഇതിനൊരു കട്ട് ഓഫ് മാർക്ക് തൊഴിൽ വീതി പറഞ്ഞിരിക്കുന്നത് 55 മുതൽ 65 വരെയാണ്. അപ്പം എന്തായാലും തൊഴിൽ വീതി പറയുന്നതിന് കുറച്ച് താഴെ കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യതയുള്ളൂ എന്നാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ. അപ്പം എന്നിരുന്നാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പരീക്ഷയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ ഒരു പോൾ നടത്തിയിട്ടില്ല ഇതിനെക്കുറിച്ച്. അപ്പം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിന് ഒരു പോൾ നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. നമ്മൾ ചാനലിൽ തന്നെ ഒരു പോൾ നടത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ എത്ര മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ആൻസർ കീ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ കീയൊക്കെ വെച്ച് എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അത് ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ കുറച്ച് ഉപകാരപ്രദമാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഇനി നിരവധി പരീക്ഷകളാണ് വരുന്നത്. അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ വരുന്നുണ്ട്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്, കമ്പനി ബോർഡ് LGS വരുന്നുണ്ട്, ഇനിയിപ്പോൾ ബിവറേജ് LD വരുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷകൾക്കായിട്ടൊക്കെ ഒന്ന് തയ്യാറെടുക്കൂ. അപ്പോൾ ഈ പരീക്ഷകൾക്കായിട്ടൊക്കെ ഒന്ന് കൂട്ടായിട്ടൊന്ന് തയ്യാറെടുത്താൽ പോലും. അതുപോലെ തന്നെ CPO പരീക്ഷയും വരുന്നുണ്ട്, CPO എക്സൈസോ പരീക്ഷകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷകൾക്കൊക്കെ ആയിട്ട് ഒന്ന് കൂട്ടായിട്ടൊന്ന് തയ്യാറെടുത്താൽ തന്നെ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഏതെങ്കിലും ഒരു തസ്തികയിൽ 2026 തന്നെ കയറാൻ സാധിക്കുന്നത്, റാങ്ക് ലിസ്റ്റിൽ കയറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം എല്ലാ പരീക്ഷകൾക്കും വേണ്ടി, ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാക്സിമം ഫോക്കസ് ചെയ്യാതെ എല്ലാ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കും. അപ്പം ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ നമ്മൾ നല്ലൊരു റാങ്കിൽ എത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾക്കും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ്സുകൾക്കുമായിട്ടൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ ഏതെങ്കിലും ടോപ്പിക്സിൽ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ അവതരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയുള്ള. അപ്പം ഏതെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. നമ്മൾ നിങ്ങളുടെ അഭിപ്രായ അനുസൃതം നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തണം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെയും കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിവ്യൂ പോലെ, അതായത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ പരീക്ഷയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളതെന്നുള്ളതൊന്ന് മാക്സിമം ഒന്ന് രേഖപ്പെടുത്തണം. അപ്പം ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ അതൊന്ന് ഹെൽപ്പ് ആവുന്നതാണ്. അപ്പം പുതിയൊരു അപ്ഡേറ്റ്സുകളുമായിട്ട് അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സുകളായിട്ടും അതുപോലെ തന്നെ പുതിയ പരീക്ഷകൾക്കുള്ള ക്ലാസ്സുകളായിട്ടും ഒക്കെ നമ്മൾ ഉടനെ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതാണ്. അപ്പോൾ ചാനൽ മാക്സിമം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സും പുതിയൊരു അപ്ഡേറ്റ്സുകളുമായിട്ട്
ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം താങ്ക് യു.